തിരുവില്ലാമല ഐവർമഠം ശ്മശാനത്തിൽ ചിതാഭസ്മം കടത്തിക്കൊണ്ടുപോകുന്ന സംഘം സജീവമാകുന്നത് കോവിഡ് കാലത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ആരംഭിച്ചതെന്നാണ് സംശയം. കോവിഡ് ബാധിച്ച് മരിച്ച രോഗികളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും നേരിട്ട് ശ്മശാനത്തിൽ എത്തിച്ച് ദഹിപ്പിക്കുന്നതുകൊണ്ട് ആഭരണങ്ങളും മറ്റും അഴിച്ചുമാറ്റാൻ കഴിയാത്ത സാഹചര്യവും നിലനിന്നിരുന്നു. ഈ സാഹചര്യം മുതലെടുത്താണ് ശ്മശാന ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചിതകളിൽ നിന്നും ആഭരണങ്ങൾ എടുത്തുമാറ്റിയതായി സംശയം നിലനിന്നിരുന്നു. തുടർന്നാണ് ഇത്തരം സംഘങ്ങൾ സജീവമാകുന്നത്. ദഹിപ്പിച്ചു കഴിഞ്ഞാൽ അസ്ഥി പെറുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ഐവർമഠം ട്രസ്റ്റി രമേശ് കോരപ്പത്ത് പറഞ്ഞു. തദ്ദേശവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്താൻ കഴിയുന്നതെന്നും കഴിഞ്ഞ ദിവസം രാത്രി ശ്മശാനത്തിൽ നിന്നും പിടികൂടിയവരെ വിശദമായി ചോദ്യം ചെയ്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും രമേശ് കോരപ്പത്ത് പറഞ്ഞു. വലിയൊരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ കളങ്കം വരുത്തുന്ന സമീപനമാണ് നടക്കുന്നത്. വലിയൊരു സംഘം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ആഭരണങ്ങൾ ഉദ്ദേശിച്ചാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത്. മദ്യം മയക്കുമരുന്ന് സംഘങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ശ്മശാനത്തിന്റെ ഭാഗങ്ങളിലേക്ക് ആളുകൾ വരാത്തത് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്ക് അനുകൂല സാഹചര്യവും ഒരുക്കുന്നുണ്ട്. പോലീസും എക്സൈസ് വിഭാഗവും സജീവമായി ഇടപെട്ടാൽ മാത്രമേ ഇവരെ നിയന്ത്രിക്കാൻ കഴിയൂ. ഐവർമഠം ശ്മശാനത്തിലെ കുറച്ച് സമയങ്ങൾ അടുത്ത കാലത്തായിട്ട് ഈ ശവസംസ്കാരം കഴിഞ്ഞാൽ, ദഹനം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ചാരം മോഷ്ടിച്ചു കൊണ്ടുവന്ന ഒരു മോശമായ കാര്യം നടന്നിരുന്നു. അപ്പോൾ ഇത് വലിയൊരു തലവേദനയായി. ശവസംസ്കാരത്തിന് ശേഷം അസ്ഥി സഞ്ചയനത്തിന്, അസ്ഥി പെറുക്കുന്നതിന് വേണ്ടി മരിച്ച ആളുകളുടെ മക്കൾ, ബന്ധുക്കളൊക്കെ വരുമ്പോൾ ആ ചിത ഒരുക്കിയിരുന്ന സ്ഥലത്ത് എന്തോ ചാരം വാരിയതായിട്ട് കാണുകയും വേണ്ട രീതിയിൽ അസ്ഥി സഞ്ചയന കർമ്മത്തിന് തടസ്സം, അതായത് നമ്മളൊരു സംസ്കാരം കഴിഞ്ഞാൽ 3-ാമത്തെ 5-ാമത്തെ ദിവസം അസ്ഥിസഞ്ചയന കർമ്മം ചെയ്തതിന് ശേഷം അവിടെ നവധാന്യങ്ങളൊക്കെ വിതറി വാഴക്കന്ന് വെച്ച് അതിനെ കൃഷിഭൂമിയാക്കുന്ന ചടങ്ങ് ചെയ്തതിന് ശേഷമാണ് അവിടെ വീണ്ടും ഒരു മൃതദേഹം സംസ്കരിക്കും. അപ്പോൾ ഈ ശവസംസ്കാരം കഴിഞ്ഞ് പോയി 3-ാമത്തെ 5-ാമത്തെ ദിവസം ബന്ധുക്കൾ, മക്കൾ ഇവർ വന്ന് സഞ്ചയനത്തിന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമ്പോൾ ചിതയിൽ എന്തൊക്കെയോ ആളുകൾ മാന്തുകയും അതിൽ നിന്ന് ചിതാഭസ്മം മോഷ്ടിച്ച് കൊണ്ടുപോയതായിട്ട് സ്ഥിരം അതങ്ങനെ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തോളമായി അത് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും 1-2 തവണ ഓരോ ആളുകളെ അവിടുന്ന് പിന്നെ ശ്മശാനത്തിൻ്റെ ഉള്ളിൽ നിന്നും പുഴയിൽ നിന്നും പരിസരത്തു നിന്നും ഒക്കെ സംശയകരമായ രീതിയിൽ കണ്ട് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും പിന്നീട് പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തുകയും പോലീസ് എല്ലാ ദിവസവും രാത്രി വന്ന് അവിടെ അവർ ഒരു പുസ്തകം വെച്ചിട്ട് അതിൽ ഒപ്പിടുകയും അവിടെ കുറച്ച് നേരം നിന്ന് നിരീക്ഷിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു സംഗതി. അപ്പോൾ കുറച്ച് സമയത്തൊക്കെ പിന്നീട് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ വ്യാപകമായ രീതിയിൽ ചിതാഭസ്മം അങ്ങനെ ചാക്കിൽ കോരി കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി, അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ശ്മശാനത്തിൽ പണിയുന്ന, ഞാൻ സംസ്കരിക്കുന്ന അതേപോലെ തന്നെ 4-5 ആളുകൾ ഇത്തരം സംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സഹായിക്കുന്ന ആളുകൾക്ക് വരെ ഇതിനകത്ത് വ്യക്തമായ റോളുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാൽ കൃത്യമായ തെളിവുകളില്ലാതെ അവരോട് നമ്മൾക്ക് വിളിച്ചു ചോദിക്കാനോ അല്ലെങ്കിൽ പോലീസിൽ പറയാനോ കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വളരെ വ്യാപകമായിട്ടുണ്ടായപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന മറ്റു ഓഫീസിലത്തെ ആളുകളെയും എല്ലാവരും കൂടി പിന്നെ ഞങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കുകയും രാത്രി കാലങ്ങളിൽ നമ്മൾ ആരോടും, ഓഫീസിലെ ആളുകളോടും മറ്റ് പിന്നെ അവിടുത്തെ ജോലിക്കാരോടും പരിസരത്തുള്ള ആളുകളോടൊന്നും പറയാതെ മാറിയിരുന്ന്, പുഴയിലും മറ്റു ഭാഗങ്ങളിലും മാറിയിരുന്ന് നമുക്ക് നിരീക്ഷിക്കാനും ഇങ്ങനെ ഞങ്ങൾ നിരീക്ഷിക്കേണ്ടെന്നുള്ള വിവരം പോലീസിൽ പറയുന്നതിനും ഒക്കെ തീരുമാനിച്ചിട്ട് മിനിങ്ങാന്ന് ഇതേപോലെ ഞങ്ങൾക്ക് സംശയം തോന്നി. ചില ആളുകൾ അവിടെ ഇതിൻ്റെ പരിസരത്ത് ക്യാമ്പ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞങ്ങൾ ഒരു 10 മണിയോടുകൂടി അവിടെ എത്തി. 10:30 ആകുമ്പോൾ ശ്മശാനത്തിൽ എന്തോ ആരോ ഉണ്ടെന്ന് മനസ്സിലായിട്ട് നോക്കുമ്പോൾ ഇവർ ചാരം കോരി ചാക്കിലാക്കുന്നത് കണ്ടു. അവർ കുറച്ചധികം പേരുണ്ടായിരുന്നു. പക്ഷേ അവർ ഓടിയപ്പോൾ ഞങ്ങളും ഇപ്പുറത്ത് കൂടെ ഞങ്ങൾക്ക് വഴികളൊക്കെ അറിയുന്നതുകൊണ്ട് അങ്ങനെ 2 പേരെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ പോലീസ് വരികയും അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു.
ഇത് വളരെ ആസൂത്രിതമായിട്ട് പരിസരത്തുള്ള ആളുകൾ ഈ പിടിക്കപ്പെട്ട ആളുകൾ 2 പേര് തമിഴ് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അതിൽ തന്നെ കൂട്ടത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്തുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇത് കോരുന്നതിനും ഇത് അരിക്കുന്നതിനും ഇത് വിൽപ്പന നടത്തുന്നതിനൊക്കെ വലിയൊരു ശൃംഖല തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പോലീസ് അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും അവരുടെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റുകൾ, അതുപോലെ അവർ വണ്ടി, ബൈക്കോ മറ്റു വാഹനങ്ങളോ എന്തോ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ട് രാവിലെ അവിടുന്ന് കയറി രാത്രി ഇവിടെ വന്നിറങ്ങി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഇതിൻ്റെ പിന്നിൽ നമ്മളുടെ അയൽപ്പക്കത്തുള്ള ആളുകൾ, നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഈ ശ്മശാനത്തിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നേരിട്ട് അറിയാവുന്ന ആളുകൾക്ക് അതിൽ വ്യക്തമായ റോളുണ്ട് എന്നാണ് സംശയിക്കുന്നത്. മാത്രമല്ല ഇവരെ വിളിച്ചു വരുത്തി ചെയ്യിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഓരോ ജോലി, ഇന്ന ജോലി എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന പോലുള്ള ഒരു മൊഴിയാണ് അവരിൽ നിന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് വലിയൊരു പൈസ ഓഫർ ചെയ്യുകയും അവരെ കൊണ്ട് ഓരോ ദൗത്യങ്ങൾ ചെയ്യിക്കുകയും ചെയ്യുന്ന വലിയൊരു ക്രിമിനൽ സംഘം തന്നെയാണ്. ഒറ്റ നോട്ടത്തിൽ തമിഴ്നാട്ടിലത്തെ ആളുകളാണെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, പരിസരവാസികളും നമ്മുടെ തൃശ്ശൂർ, പാലക്കാട് ഈ ഭാഗങ്ങളിലുള്ള ഇത് വലിയൊരു റാക്കറ്റ്, ഈ മാല പൊട്ടിക്കലും വീട് കുത്തിപ്പുറക്കലും അതുപോലെ തന്നെ ലഹരി അവർ വലിയ ബോധത്തിലൊന്നുമല്ല. കാരണം ഈ പ്രദേശം ഏതാണ്ട് തിരുവില്ലാമല ഇപ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് ആളുകൾ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുഴയിൽ, ശ്മശാനത്തിൽ ഒക്കെ ഒരു പരിചയമില്ലാത്ത വലിയ സംഘങ്ങൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ നിയന്ത്രിക്കുകയും ഇവരെ കാര്യങ്ങളെ ഏർപ്പാട് ചെയ്ത്, ഉദാഹരണത്തിന് ഇവർക്ക് ഇന്നത് ചെയ്യുക, ഇന്ന സ്ഥലത്ത് ഇന്ന വീട് ഇന്ന ആൾ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആളുകളുണ്ട് എന്നാണ് അവരോട് പിടിക്കപ്പെട്ട പ്രതികളോട് സംസാരിച്ചപ്പോൾ അവരെ വിളിച്ചിട്ടാണ് അവർ വന്നതെന്നും അവരെ ജോലികൾ ഏൽപ്പിക്കുകയാണെന്നും ഞങ്ങൾക്ക് പൈസ തരികയാണ് ചെയ്യണമെന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരം അറിഞ്ഞു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇവരെ അറസ്റ്റ് ചെയ്തു, പിന്നെ കോടതിയിൽ ഹാജരാക്കി അവർ ജയിലിൽ പോയി. എങ്കിലും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. അതൊന്ന് പോലീസിൻ്റെ ഭാഗത്ത് കൃത്യമായി അന്വേഷിച്ച് ഈ ശ്മശാനത്തിൽ മാത്രമല്ല സമീപത്തുള്ള ഒരു ശ്മശാനത്തിൽ ഇങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും, ഈ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ശ്മശാനത്തിലോ അല്ലെങ്കിൽ അവിടെ പരിസരത്തോ ആളുകളെ കാണുകയാണെങ്കിൽ അവരെ പിന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്താണ് അവർ എന്തിനാണ് വന്നത്. ശ്മശാനത്തിലേക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒരാൾക്ക് രാത്രി കാലങ്ങളിൽ വരേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ ജോലിക്കാരല്ല, ശ്മശാനം നടത്തിപ്പുകാരല്ല, പരിസരത്തിലുള്ള ആളുകളല്ലാത്ത ആളുകൾ എന്തിനാണ് ശ്മശാനത്തിലേക്ക് വരുന്നത്? മാത്രമല്ല ഇത് വലിയൊരു വിശ്വാസം, അച്ഛനെയും അമ്മയെ സംസ്കരിച്ചിട്ടുള്ള അവരുടെ ചിതാഭസ്മം അവരെ അന്ത്യേഷ്ടി കർമ്മങ്ങൾക്ക് കിട്ടാതിരിക്കുക ഏറ്റവും വലിയൊരു വിശ്വാസ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഐവർമഠത്തിൽ കൊണ്ടുവന്ന് സംസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് എത്രയോ കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ചൊരു കോഴിക്കോട് നിന്നും പാലക്കാട് നിന്നും എറണാകുളത്തു നിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ മൃതദേഹം കൊണ്ടുവന്ന് സംസ്കരിക്കുകയും ആ സംസ്കരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ അന്ത്യേഷ്ടിക്രിയകളും അതിൻ്റെ പൂജകളും ക്രിയകളും ചെയ്ത് ഞങ്ങളുടെ മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ അമ്മാവനോ ഗുരുനാഥനോ നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ കേന്ദ്രത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് വിശ്വാസത്തിനെ ചെറിയ രീതിയിലല്ല അതിഭയങ്കരമായ മുറിവുണ്ടാക്കുന്നൊരു സംഗതിയാണ്. ബന്ധപ്പെട്ട അധികാരികൾ, സർക്കാരും പോലീസും ഒക്കെ അടിയന്തരമായി ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അന്വേഷിച്ച് ഈ പിടിച്ച പ്രതികളിൽ നിന്ന് തന്നെ അവരുടെ ബാക്കി പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുകയും അവർക്ക് മാതൃകാപരമായ രീതിയിൽ ശിക്ഷാ നടപടികളിലേക്ക് പിന്നെ വേണ്ട കാര്യങ്ങൾ ഇടപെടണമെന്നും അവർക്ക് മാതൃകമായ രീതിയിൽ അവരെ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി ഒരു ആൾക്കും ഇത്തരത്തിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ സംസ്കാരം കഴിഞ്ഞിട്ട് അവർ ആ ചിതാഭസ്മം കിട്ടാതിരിക്കുക, അവിടെ അലങ്കോലപ്പെടുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അത് വളരെ ഗൗരവമായ രീതിയിൽ തന്നെ കാണുകയും പിന്നെ അതിന് വേണ്ട നിയമ നടപടികൾ ഉണ്ടാവുകയും വേണമെന്നാണ് എനിക്ക് ഇതിൽ അഭ്യർത്ഥിക്കാനുള്ളത്.